കമൽഹാസന്റെ കന്നഡ ഭാഷാ പരാമർശം വിവാദമായതോടെ ഏറ്റവും പുതിയ ചിത്രമായ തഗ് ലൈഫിന് കർണാടകയിൽ വിലക്കേർപ്പെടുത്തി. മണിരത്നം കമൽഹാസൻ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തഗ് ലൈഫ്. കന്നഡയെക്കുറിച്ചുള്ള കമൽഹാസന്റെ പരാമർശം വിവാദമായതോടെ ചിത്രത്തിന്റെ റിലീസ് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വിലക്കുകയായിരുന്നു. അതേസമയം സിനിമയ്ക്ക് വിലക്കേർപ്പെടുത്തിയ തീരുമാനം പുറത്തുവരുമ്പോഴും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കമൽഹാസൻ. തെറ്റ് ചെയ്താലേ തിരുത്താറുള്ളൂവെന്നും അതിനാൽ തന്നെ താൻ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കമൽഹാസൻ പ്രതികരിച്ചു. ഇതിനു മുൻപും തനിക്ക് ഇത്തരം പല ഭീഷണികൾ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തഗ് ലൈഫ് സിനിമയുടെ ചെന്നൈയിൽ നടന്ന പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് കമൽഹാസൻ കന്നഡ ഭാഷയെക്കുറിച്ച് വിവാദ പരാമർശം നടത്തിയത്. കന്നഡ തമിഴിൽ നിന്നാണ് രൂപം കൊണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിനെതിരെ പിന്നീട് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തി. കന്നഡയുടെ പാരമ്പര്യവും ചരിത്രവും അറിയാതെയാണ് കമൽഹാസൻ സംസാരിക്കുന്നതെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് താൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല തന്റെ പ്രസ്താവനയെ ചൊല്ലി ചർച്ചകൾ ഉണ്ടായതെന്ന് തിരുവനന്തപുരത്തെത്തിയ വേളയിൽ കമൽഹാസൻ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കന്നഡയുമായി ബന്ധപ്പെട്ട കമൽഹാസന്റെ പരാമർശങ്ങൾ കർണാടകയിലാകെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വിവാദ പരാമർശത്തിന് പിന്നാലെ ആൾക്കൂട്ടം തഗ് ലൈഫ് സിനിമയുടെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. താരത്തിന്റെ പരാമർശം തങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക രക്ഷണാവേദിക്ക് ഔദ്യോഗികമായി പരാതി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കമൽഹാസൻ നായകനായി എത്തുന്ന തഗ് ലൈഫ് ജൂൺ 5-ാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. 37 വർഷങ്ങൾക്ക് ശേഷം മണിരത്നം കമൽഹാസൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മലയാളത്തിൽ നിന്നുൾപ്പെടെ വലിയ താരനിര തന്നെയാണ് തഗ് ലൈഫിൽ വേഷമിടുന്നത്.